Warriors around, don't get caught in the mosh pit. Fuel to the fire, ain't nobody can stop it. Trouble in my city, but you know I'm across it. Got a 40 on my hip and I'm liable to spark it. Throw down these hits, my click is indivisible. I aim, you duck, I squeeze, now you invisible. I'm not afraid of getting physical. All these different chemicals are fogging up my visuals. Bloods and every single day I'm gonna make something great. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഒരു കിടിലൻ എപ്പിസോഡാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളിരുന്ന് കാണണം. നമ്മളൊരു പാമ്പിൻ്റെ വാറ്റിൻ്റെ ഷോപ്പിലാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഫുള്ളും പരണിക്കകത്ത് ഈ വാറ്റിൽ പാമ്പാണ്. നമുക്ക് അവിടെ പോയിട്ട് കാണാം. അതിന് മുമ്പേ നമുക്ക് നിമലിനെ പിക്ക് ചെയ്യണം. നമുക്ക് ആ നേരെ അങ്ങോട്ട് വിടാം. എന്നിട്ട് അവിടെ പോയി നമുക്ക് ഇതെല്ലാം കാണിച്ചു തരാം. പിക്ക് ചെയ്തിട്ട് നമ്മളിതാ കടയുടെ മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കടയുടെ മുൻഭാഗത്ത് നമ്മളിതാ ഈ നിൽക്കുന്നത്. ഈ ബാക്കിൽ കാണുന്നത് നമ്മുടെ ഷോപ്പ്. നമുക്ക് അകത്തോട്ട് എന്തായാലും എക്സൈറ്റ്മെന്റ് ആയിരിക്കും. നിങ്ങളും എക്സൈറ്റ്മെന്റ് ആണ്, നമുക്കറിയാം ഇല്ലേ. ഒരു പാമ്പിന്റെ വാറ്റ്, അത് മാത്രമല്ല ഒരുപാട് സ്കെൽട്ടണും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ പുറത്ത് നോക്കിയപ്പോഴേ അതാ ബാക്കിൽ കാണുന്നുണ്ട്. അതൊക്കെ സ്കെൽട്ടണും കാര്യങ്ങളാണ്. അപ്പം ഒരു കിഡിലായിരിക്കും അതിൻ്റെ അകത്തുള്ള എക്സ്പീരിയൻസ്. ആ ഒരു ഇത് പാമ്പല്ലേ മൊത്തം ചുറ്റുപാടും. ആരും പേടിക്കരുത്, മൊത്തം പാമ്പാണ് കടയിൽ. അപ്പം നൈസായിരിക്കും. നമുക്ക് എന്തായാലും അകത്ത് കയറി കാണാം അല്ലേ. അപ്പം നിമലിനെ അറിയാമല്ലോ, തെക്കിനി. നമ്മളതാ ഷോപ്പിന്റെ അകത്ത് കയറിയിട്ടുണ്ട്. എന്റെ ബാക്കി ഇരിക്കുന്ന ഓരോ നിങ്ങൾ കണ്ട മൊത്തവും പാമ്പാണ്. ചില്ലിന്റെ ഒരു കുപ്പിക്കകത്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. മൊത്തം എന്താ എല്ലാം പാമ്പാണ്. നിങ്ങൾക്ക് അത് ഞാൻ നന്നായിട്ട് കാണിച്ചു തരാം. ഇവരെ എങ്ങനെയുണ്ട് ഇതാ ബാക്കി കണ്ട ഓരോന്നിന്റെ സ്കെൽട്ടണും കാര്യങ്ങളൊക്കെ വെച്ച് നേരത്തെ പറഞ്ഞില്ലേ, പട്ടിയുടെ സ്കെൽട്ടണൊക്കെയാണെന്ന് തോന്നുന്നു. കുറെ സ്കെൽട്ടണ് എന്തോ കുറെ ഇഷ്ടംപോലെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. എല്ലാം ഒരേ കാണാൻ ഒരേ ഭംഗിയാണ്. ഇതെല്ലാം വാറ്റാണ് കേട്ടോ, വാറ്റ്, പാമ്പിന്റെ വാറ്റാണ്. ട്രൈ ചെയ്താലേ പാമ്പിന്റെ വാറ്റ്, മൊത്തവും പാമ്പിന്റെ വാറ്റാണ്. പുള്ളി കിട്ടിയ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇത് വാറ്റൊന്നും അല്ല. നമ്മൾ ചോദിച്ചപ്പോഴേ മനസ്സിലായി ഇതൊരു മെഡിസിൻ ആണ്. ട്രീറ്റ്മെന്റ് ഇതൊരു ട്രീറ്റ്മെന്റിന്റെ എന്തോ ഒരു ഇതാണ്. അപ്പോൾ ഇവർക്ക് 440 രൂപയും പിന്നെ 800 രൂപയാണ് ഇവരുടെ ട്രീറ്റ്മെന്റിന്റെ റേറ്റ്. ഇപ്പം എന്തോ ഒരു മാസം അങ്ങനെ കിടന്ന് ചികിത്സിക്കേണ്ട ഈ പാമ്പിനെ വെച്ച് ഉണ്ടാക്കിയ മരുന്നുകളാണ് ഇതെല്ലാം. അപ്പൊ ഇത് കൊടുത്താണ് ഇവരെ അസുഖങ്ങളൊക്കെ മാറ്റുന്നതെന്നാണ് പറഞ്ഞത്. കുറെ ഭരണിയിലിതാ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് വാറ്റായിരിക്കുമല്ലോ ഇത്. ആ ഒരു ട്രീറ്റ്മെന്റ് മെഡിസിൻ ആയിരിക്കും. മെഡിസിനാ, വാറ്റല്ല കേട്ടോ, മെഡിസിനാ. ഇതാണ് നമ്മുടെ ഡോക്ടർ. പുള്ളിക്ക് അപ്പെന്ന് പറഞ്ഞാല ക്രേക്ക പട്ടിക്കുട്ടിയുണ്ട് ഈ ശരിക്കും. അപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ കുപ്പിക്കകത്തിട്ട് വെച്ചിരിക്കുന്ന പാമ്പുകള് ഓരോരുത്തരും ഇങ്ങനെ പുറത്തൊക്കെ വന്ന് നോക്കുന്നുണ്ട്. ചൈനക്കാരൊക്കെ ഗ്ലാസ്സിൽ കൂടി അകത്തോട്ട്. എല്ലാവർക്കും ഒരു ആകാംക്ഷയൊക്കെയാണ് ഇതൊക്കെ കാണുന്നത്. ചൈനയിലും ഒരു ഇതാണ്. നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയുടെ അടുത്തിങ്ങനെ വലുതായിട്ട് ഇങ്ങനെ പാമ്പിന്റെ ഫുഡും അങ്ങനെയൊന്നും യൂണിവേഴ്സിറ്റിയുടെ അടുത്തില്ല. അപ്പൊ എല്ലാവർക്കും ഇതൊക്കെ കാണുമ്പോൾ ഒരു ആകാംക്ഷയാണ്. ഒത്തിരി കുപ്പികളുണ്ട്. ചെറിയ ടാപ്പ് ഇതെടുക്കാൻ വേണ്ടി ഒരു 10-30 കുപ്പിയാണ്. 20 കുപ്പിയാണ്. ഉറുമ്പ് തീനി എന്നതിനെ മലയാളത്തിൽ പറയുന്ന പേര് ആൻഡ് ഈറ്റർ. ഇതാ പാമ്പാണ്. പാമ്പിന്റെ ഉണക്കിയതാണ്. പാമ്പിനെ ഉണക്കിയത് എന്തോ നല്ല സൈസുള്ള ഏതൊരു പാമ്പാണ്. ഇത് ഒരു വലിയ ജെയിന്റെ ആമയുടെ ഷെല്ലാണ്. അടുത്ത ഇപ്പുറത്തോട്ട് വരുമ്പം ഇത് ഓവലാണ്. എടോ ഒത്തിരി സ്കെൽട്ടൺസ് ഇരിപ്പുണ്ട്. ഇതൊന്നും എന്തിൻ്റെയാണെന്ന് മനസ്സിലാവുന്നില്ല കണ്ടിട്ട്. കുരങ്ങനെ പറയാം, കൈ ഉണ്ടല്ലോ കൈ. ഇത് കുരങ്ങന്റെ സ്കെൽട്ടനാണ്. സ്റ്റാർ ഫിഷ് അത് എല്ലായിടത്തും കാണുന്നതാ. ബാക്കിയെല്ലാം വെറൈറ്റിയാണ്. ബോംബിന്റെ സ്കെൽട്ടൺ ഫോസിൽസ് അല്ലേ. അപ്പൊ ഈ ഒരു ചില്ല് കൂട്ടില് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന സാധനം കാണിച്ചു തരാം. കടൽക്കുതിര ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കടൽക്കുതിര ഇരിക്കുന്നത്. എല്ലാം ഉണക്കി വെച്ചിരിക്കുന്നതാ. ബോണ് എന്തിൻ്റെയാണ്, മനുഷ്യന്റെ ആയിരിക്കും. നമ്മളെ കിടക്കുന്ന പരണിയിൽ കിടക്കുന്ന പാമ്പിന്റെ അല്ലേ, അതിന്റെ എല്ലാം തലയാണ് കായ്ച്ചത്. അപ്പൊ ഇത് തല മാത്രം ആയിട്ട് ഇട്ടിരിക്കുക ഒരു ഭരണിയില്.
എല്ലാം എന്താ പാമ്പിന്റെ തലയാ. എന്താ ഇതൊക്കെ പാമ്പിന്റെ തലകളാ. തല മാത്രം കട്ട് ചെയ്തിട്ടിരിക്കുക. അത് നിറച്ച് ഈ ഇവിടുത്തെ ഈ ഡോക്ടറിനെ ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടറിനെ വലുതായിട്ട് നമ്മളൊന്നും സംസാരിച്ചില്ല. നമ്മൾ കുറെ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ച്. ഡോക്ടറൊക്കെ സൈക്കോ ആണ് കേട്ടോ. സൈക്കോ ആയിരിക്കും ഒന്നും അങ്ങനെ. ഫുള്ള് പടം ഒരു മണിച്ചിത്രത്തായ പുള്ളിയുടെ വീടെന്ന് പറയുമ്പം വീടും എല്ലാം പുള്ളി താമസം, കുക്കിംഗ്, അവിടെ കിച്ചൺ, ഒരു TV-യിൽ എപ്പോഴും പുള്ളി സീരിയലും കണ്ട് ഇങ്ങനെ ഇരിക്കുക. പുള്ളി ഒരു ഒറ്റയ്ക്കാണ് ഇപ്പൊ ഇവിടെ താമസിക്കുന്നത്, വേറെ ആരുമില്ല അല്ലേ? വേറെ ആരുമില്ല. ഒരു പട്ടിയുണ്ട് പുള്ളിക്ക്, ഒരു കമ്പനിയായിട്ട്. പിന്നെ പുള്ളിയും കുറെ പാമ്പുകൾ, പിന്നെ കുറെ പാമ്പുകൾ. ഇതാണ് പുള്ളിയുടെ ലൈഫ് ഇപ്പം. അപ്പം ഇതിനെപ്പറ്റി ഇത്ര വേറെ പറയാനുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ഈ ഭരണികളിൽ എങ്ങനെ പോയാലും എത്ര പാമ്പ് വരും? മൊത്തം കൂടെ ഒരു 100-200 പാമ്പ് വരും. 100-200 പാമ്പുകൾ ഇതിൻ്റെ അകത്ത് വരും. ഈ ഒരു ഇതിൻ്റെ അകത്ത് ഒരെണ്ണത്തിൽ തന്നെ എന്തും വേണ്ട ഉണ്ടോ നോക്കി. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്തൊന്നും തലയില്ലെന്ന് തോന്നുന്നല്ലേ? തലയല്ല സെപ്പറേറ്റ്. തല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തല സെപ്പറേറ്റ് കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. കണ്ടപ്പോ ഒരു പ്രത്യേക ഒരു ഇത് തോന്നി, അതൊക്കെ കൗതുകം തോന്നി. അതാ നിങ്ങളുടെ മുമ്പേ ഇത് ഷൂട്ട് ചെയ്ത് എത്തിക്കാന്ന് വിചാരിച്ചത്. അപ്പോ ഇതേപോലെ ഒരു പാമ്പിനെ നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ കഴിച്ചായിരുന്നു, ചുട്ട് കഴിച്ചായിരുന്നു. അതൊരു സ്ഥലത്ത് ട്രിപ്പ് പോയപ്പോഴാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ആ പാമ്പിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. അത് നമ്മളൊരു ട്രിപ്പ് പോയപ്പം അതൊരു യാദർശ്യമായിട്ട് കണ്ട് അതിന് നമ്മളങ്ങനെ ചുട്ട് കഴിച്ചായിരുന്നു. ഞാനൊരു കൂടി കഴിച്ചായിരുന്നു. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. കാണാത്തവരെല്ലാവരും കയറി കാണുക. നിങ്ങൾ പിന്നെ ഫാമിലിക്ക്, റിലേറ്റീവ്സിന്, ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോ. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തോ. ചൈനയിലെ ഒരു വ്യത്യസ്തമായ കുറേ കാഴ്ചകളുമായിട്ട് നമ്മൾ വരും. അതിന്റെ ഫുഡ്, ചൈനയിലെ എല്ലാം എക്സ്പ്ലോർ ചെയ്യും. മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. വെറൈറ്റി നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ കാണേണ്ടത് ചൈനയിലെ, അതെല്ലാം നിങ്ങൾ അഭിപ്രായം നിങ്ങൾ കമന്റിൽ ദയവായിട്ട് കമന്റിൽ അങ്ങ് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ അത് വായിച്ചു നോക്കിയിട്ട് അതിൽ നല്ല ഏതായാലും ഒരു ബെസ്റ്റ് ഒരെണ്ണം എടുത്തിട്ട് നമ്മളത് ഉറപ്പായിട്ടും ചെയ്തിരിക്കും. എന്തായാലും നിങ്ങളത് കമന്റ് പറയുക, നമ്മളത് ചെയ്തിരിക്കും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം. എല്ലാവർക്കും ഗുഡ് ബൈ.